കണ്ണത്താ ദൂരത്താ കിടക്കുന്നത്. ഓഫ് സെറ്റ് സാധനം. ഗൈസ് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നൊരു കൊലച്ച ദീപു. നല്ല കനത്ത തുള്ളിയാ വീഴുന്നത്. ഗൈസ് കൂറാക്കൂറി ഇരുട് കാട്. വാട്സാപ്പ് പീപ്പിൾ, എപ്പിസോഡ് 3 കൊള്ളി ഹിൽസിൻ്റെ എപ്പിസോഡ് 3യിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ കൊള്ളി ഹിൽസിൻ്റെ ചുരം ഒരു 2-3 ബെൻസ് നമ്മൾ ഇറങ്ങി. സമയം ഇപ്പം ഏകദേശം 12 മണിയായിട്ടുണ്ട് ഉച്ചക്ക്. നല്ല വിശപ്പുണ്ട്. നല്ലൊരു താലി മീൽസ് കഴിക്കണം. താലി മീൽസ് തന്നെയല്ലേ പറയാം? അത് തന്നെ, ആ സാധനം കഴിക്കണം. നമ്മളിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൂട്ടാണ് എടുക്കാൻ പോകുന്നത്. റൂട്ട് ഞാൻ ഏതാണെന്ന് പറഞ്ഞുതരാം. ഐസ് വ്യൂ നോക്കിയേ. സെറ്റപ്പ് അല്ല, കാണിച്ചു തരാം. കണ്ടോ? ഇനിയൊരു 40 ഹെയർ പിന്നും കൂടി ഇറങ്ങാനുണ്ട്. അത് ഷൂ എന്ന് പറഞ്ഞിറങ്ങാം. വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ സീ ലെവലിൽ നിന്ന് 900 മീറ്റർ മേലെയുള്ളത്. ഇത് ഞാൻ തള്ളുന്നല്ല, അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കും. യു ആർ അബോവ് 900 meters ഫ്രം സീ ലെവൽ. ഈ വ്യൂ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നോക്കിക്കോട്ടോ, കണ്ണത്താ ദൂരത്താ കിടക്കുന്നത്. ഓഫ് സെറ്റ് സാധനം. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ശരിക്കും അവിടെ നിന്നൊരു മല സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഇപ്പുറത്തേക്ക് പിന്നെ ഇങ്ങനെ ഒരു മല. അങ്ങ് വേറെയും കുറേ മലകളുണ്ട്. അത് പക്ഷെങ്കിൽ മരങ്ങളൊന്നും ഇല്ലാത്ത പാറ പോലത്തെ മരമാണ്. ഇനിയൊരു 36 ഹെയർ പിൻ ഇറങ്ങാനുണ്ട്. ഇറങ്ങുന്നേരം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, കേറിയ പോലല്ല. ഗൈസ് നമ്മളപ്പോൾ ചുരം ഓൾമോസ്റ്റ് ഇറങ്ങി കഴിഞ്ഞ്. സമയം 12:45. പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞ ചുരം. ചൂട് നന്നായിട്ട് കൂടിയിട്ടാ. ഇപ്പോൾ നട്ടുച്ച സമയമില്ലേ, മേലോട്ടേക്ക് കയറുന്ന സമയത്ത് ഇത്ര ചൂടില്ലേനു. തണുപ്പുണ്ടായിരുന്നു നല്ല. ഇപ്പം നല്ല ചൂട് വന്ന് പോയി. പൂമ്പാറ്റകളുണ്ട് ഇവിടെ കുറേ. എൻ്റെ ഹെൽമെറ്റിൽ വന്നിട്ട് കുറേ സമയമായി പൂമ്പാറ്റ വന്നിരിക്കുന്നത്. ഈ മുളക്കാട് കണ്ട, മുളക്കാട് ഇത് വേറെ തന്നെ ഒരു വൈബാട്ടാ. ഈ മുളേൻ്റെ കാട്, വാവ്. ഒരു തരി വെയിൽ പോലും അകത്തോട്ട് കയറ്റി വിടില്ല എന്നുള്ള രീതിയിലാണ് മുള നിൽക്കുന്നത്. കാരണം അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ആർച്ച് പോലെ ഫ്രണ്ടിൽ മേലയിൽ ഇങ്ങനെ ആർച്ച് പോലെ. അതിൻ്റെ നിലവും കാണാൻ നല്ല രസമുണ്ട്. ഫുള്ള് ഒരു ബ്രൗൺ കളറായിരിക്കും. മുളേൻ്റെ ഇലവുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി സ്ട്രെയിറ്റ് തേനിയിൽ നിന്ന് സ്ട്രെയിറ്റ് കൊച്ചി. വലിയ ഡിസ്റ്റൻസ് ഒന്നും കൂടുന്നൊന്നുമില്ല. ഇവിടുന്ന് തേനിക്ക് 215 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ നിന്നൊരു 180 ഒരു 175 കിലോമീറ്റർ കൊച്ചിക്ക് വീട്ടിലേക്ക്.
ഗൈസ് അപ്പോൾ ഓൾ സെറ്റ്. നമ്മളിത് ഈ ശിവ മെസ്സ് എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച്, നല്ല ഫുഡ്, നല്ല മീൽസ് കഴിച്ച്. അധികം കഴിച്ചില്ല, റൈസ് കുറച്ചേ കഴിച്ചുള്ളൂ. ഉറക്കം അപ്പോൾ കഴിഞ്ഞ് ചൂടത്ത് ചോറ് കഴിച്ചിട്ട് കിതക്കുന്നു. ഇനി കുറച്ച് കാറ്റ് കൊള്ളാം. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ കീരമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കീരമ്പൂർ, കുറേ അമ്പൂറുണ്ട് ഇവിടെ. അമ്പൂർ ഇനി മെയിൻ ടൗണ് വരാൻ പോകുന്ന ഡിണ്ടിഗൽ, തേനി, മൂന്നാർ. നമ്മളിപ്പോ കരൂർ എത്തി. കരൂർ വൈശ്യ ബാങ്ക് എന്നെല്ലാം കണ്ടിട്ടില്ലേ? ആ കരൂറാന്ന് തോന്നുന്നു. അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്. സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞല്ലേ, എന്താ, താന്തോന്നി. ഏത് മൂടില്ല പേര്. ഇനി നമുക്കൊരു 150 കിലോമീറ്റർ കൂടി ഉണ്ട് തേനിക്ക്. വൈകുന്നേരം 5 മണിക്ക് എത്തുന്ന പറയുന്നത്. ഇപ്പൊ സമയം 2:30 കറക്റ്റ് 2.5 മണിക്കൂർ കൊണ്ട് എത്തും. വെയില് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ, കുത്തിപ്പറിക്കുന്നുണ്ട് വെയില്. ഞാൻ നല്ലൊരു കാഴ്ച കാണിച്ചു തരാം. നിർത്തിയല്ല, സ്ലോക്ക്. അങ്ങൊരു മല കണ്ട, കിടിലം മലേഷ്. നേരെ പെട്രോൾ അടിച്ചാലോ. ഒരു തവണ നോർമൽ അടിച്ച് നോക്കുമല്ലേ. ஃபுல் பண்ணிக்கோ. ஆ மெதியா அடி. ஓகே, டோன்ட் கால் மீ சார். ஓகே பாய். തണലില്ല, മയില്. നയാറെന്ന് നോർമൽ അടിച്ചിന്ന് പെട്രോള്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നോർമൽ അടിച്ചിട്ട് 1000 റുപ്യക്ക് ഫുൾ ടൈം കിട്ടി. നോർമൽ അടിച്ചിട്ട് കറക്റ്റ് 100 റുപ്യ ഉള്ളൂ 1 ലിറ്ററിന്. ശരി, വ്യൂ കാണിച്ചു തരാട്ടാ. മാൻ, ആ വ്യൂ നോക്കി. ക്ലൈമറ്റ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഒരു മൂടൽ വന്നിട്ടുണ്ട്. മേ ബി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി ഒരു 93 കിലോമീറ്ററും കൂടി ഉള്ളൂ. ഇൻഡിക്കേറ്റർ ഇല്ലേ? ഇൻഡിക്കേറ്റർ ഇല്ലയാ? உங்களோட வண்டிக்கு இண்டிகேட்டர் இல்லையா? இருக்கா?
ഉങ്ക ഇട്ടില്ല ഇപ്പോ, ഞാൻ കണ്ടില്ല ടേൺ ചെയ്യുന്നത്. ചേട്ടൻ ഒരു കച്ചവടം കൊടുത്തിട്ട് പോവാം, എന്നുവെച്ചാൽ ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന്. ഒരു കോഫി 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 കാഫി കോഫി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, അപ്പം ഞാൻ കാഫി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. വയസ്സ് നമ്മളില്ലേ ആ എക്സ്പ്രസ് ഹൈവേന്ന് അണ്ടർ പാസ് എടുത്തിട്ട് റൈറ്റ് കട്ട് ചെയ്ത്, ഇത് കൊടൈക്കനാൽ, തേനി, കുമളി ഈ റൂട്ടാണ് ഇത്. കുമളിക്ക് 134 കിലോമീറ്റർ ഉണ്ട് ഇനി. ഇത് ഡിണ്ടിഗൽ എത്തി, ഡിണ്ടിഗൽ റോഡ് മറ്റേതായി, ഇച്ചിരി തിരക്കെല്ലാം വന്നു തുടങ്ങി. ടൗണ് കഴിഞ്ഞാൽ പിന്നെ മൂടായിരിക്കും ഈ റൂട്ടില്. ഏതോ ഒരു ടൗൺ എത്തി, ടൗണൊന്നുമല്ല ഏതോ ഒരു സ്ഥലം. ഇനി 42 കിലോമീറ്റർ ടു തേനി. ഈ റൂട്ടില്ലേ ഒരു രക്ഷയില്ല. അടുത്ത ശരിക്കും ഹൈവേയിൽ ഓടിക്കുന്നതിനേക്കാളും 6 ലൈൻ അല്ലെങ്കിൽ 4 ലൈൻ ഹൈവേയിൽ ഓടിക്കുന്നതിനേക്കാളും എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഇങ്ങനെയുള്ള റോഡിൽ ഓടിക്കാൻ ഇഷ്ടം. അപ്പുറം ഇപ്പുറം ഫുള്ള് സീനറി. നമ്മൾ അധികം ഓവർ സ്പീഡ് എടുത്ത് പോകില്ല, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പീഡിൽ നൈസായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോകാൻ പറ്റും. ഇപ്പം നല്ല തണുപ്പുണ്ട്. നമ്മളെ വെസ്റ്റേൺ ഗാർഡ്സ് ആണെന്ന് തോന്നി ഈ കാണുന്ന മൊത്തം. ആ മൊത്തം കണ്ട ഇങ്ങനെ ചുറ്റും മലകൾ കണ്ടോ, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നില്ലേ, പശ്ചിമഘട്ടം, അതിന്റെ മലനിരകളാന്ന് തോന്നാ കാണുന്നത്. നാവൊന്നും അങ്ങോട്ട് വഴങ്ങുന്നില്ല. കുറച്ചുകൂടി ഓടിപ്പിടിക്കട്ടെ, മഴ പെയ്യാണ്ട് തിന്നാ മാത്രം മതി, വേറൊന്നും വേണ്ട. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാം, ഒന്ന് കേറാൻ പറ്റില്ല അങ്ങോട്ടേക്ക്, കാരണം അത്രയും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. എന്ത് രസമാന്ന് നോക്കിയാ. ചേട്ടാ അവിടെ എല്ലാം മണ്ണിട്ട് ബ്ലോക്ക് ചെയ്തില്ല, അങ്ങോട്ട് കേറാനും. ലോറിക്കാർ പോകുന്നുണ്ടോ ക്യൂ ക്യൂ ആയിട്ട്, ക്യൂ 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 ക്യൂ. ഏത് നിമിഷവും റോഡിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും തോന്നുന്നുണ്ട്. കഴിഞ്ഞ്. ഓ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ, വാട്ട് എ ബ്യൂട്ടി. അപ്പുറത്തെ സൈഡ് കേട്ടോ വിഷയം. ഞാൻ കേറാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. Man, look at that. പരന്ന സ്ഥലത്ത് കുറെ പശുക്കള് പുല്ല് നിന്ന്, എന്താല്ലേ ഇങ്ങോട്ടേക്കല്ല എങ്ങനെയുള്ള ഇറങ്ങുക. തേനിക്കിനി 32 കിലോമീറ്റർ കൂടി. കുറച്ച് ദൂരം ഒന്ന് ഓടി പിടിക്കട്ടെ.
ടാറ്റാ. സോറി, കഴിഞ്ഞ 2-3 മണിയുള്ള ആൾക്കാർ പറഞ്ഞ് കൈവിട്ട് ഓടിക്കുന്നേരം ഭയങ്കര പേടിയാന്ന് കണ്ടത്. സംഗതി വേറൊന്നല്ല, ഒരേ ഇരിപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നവരില്ലേ, ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ പെയിൻ വരും. അതിന്റെ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ കൈവിടുന്നത്. സേഫ് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രമേ ഞാനങ്ങനെ ചെയ്യുള്ളൂ. കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് പോയിന്. ഇതിൽ ഇറങ്ങാം. ആഹാ, വണ്ടീൻ്റെ എല്ലാം റിവ്യൂ ചെയ്യാൻ പറ്റിയ സ്ഥലം. സെറ്റ് വ്യൂ, സൈലൻ്റ് ഏരിയ കേട്ടാ. അങ്ങുള്ള മലയെല്ലാം കണ്ടോ, എൻ്റെ അമ്മോ വിഷയം സാധനം. അടിപൊളി സ്പോട്ട് ഗൈസ്. കുറേ സമയം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത്. കിടുക്കാച്ചി സ്ഥലം. വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചാർജ് ആക്കുന്നത്. അത് ലൂസ് ഉണ്ട് ചെറുതായിട്ട്. ആ യൂണിറ്റ് മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് വെച്ചാൽ ശരിയാവും തോന്നുന്നു. നമ്മൾ തേനി എത്തിയിട്ടാ. ഇനി വീട്ടിലേക്ക് 177. സമയം വൈകുന്നേരം 5:40. ഭയങ്കര സീനിക് ആയിട്ടുള്ള റൈഡാ. പെട്രോള് ഇനി അടിക്കേണ്ടി വരൂലെന്ന് തോന്നുന്നു. നമ്മൾ കുമ്മളി ടച്ച് ചെയ്യുന്നില്ല കേട്ടാ. നമ്മൾ രാജാക്കാട്, ആനച്ചാല്, മൂന്നാർ വഴിയാ പോകുന്നത്. കുമ്മളി ടച്ച് ചെയ്യൂല. എന്താ അടിപൊളി സെറ്റ് വ്യൂ ആ നോക്ക് മുമ്പില്. എനിക്ക് ഇന്ന് ഈ റൈഡിൽ, ഇപ്പോൾ റിട്ടേൺ റൈഡിൽ സംഭവിച്ച 2-3 നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസ് ചെക്കിങ് കേട്ടാ. പോലീസുകാർ സൗണ്ട് കേട്ടിട്ടും ഇതാക്കിയിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നോക്കുന്നുണ്ട്, പക്ഷെ കൈയൊന്നും കാണിച്ചിട്ടില്ല. തമിഴ്നാട് പോലീസ്, അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റെയിൻകോട്ട് ഇടാം, നനഞ്ഞു പോകാൻ വയ്യ. മൂന്നാറൊന്നും എന്താ അവസ്ഥ എന്നൊരു ഐഡിയ ഇല്ല കേട്ടാ. എൻ്റെ ഒരു അറിവിൽ മൂന്നാറിലും ഞാൻ പോയിട്ട് ഇപ്പോൾ 2 കൊല്ലത്തായി. കല്യാണം കഴിഞ്ഞ സമയത്ത് അങ്ങ് പോയതാ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 5 കൊല്ലമായി. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 തവണ എല്ലാം പോയി. 2-3 തവണ പോയി. പിന്നെ അതിനുശേഷം പോയിക്കില്ല തീരെ. എന്തൊരു ബ്യൂട്ടിഫുൾ റോഡാന്നറിയോ. റോഡ് പണിയാണല്ലോ. ഇത് കമ്പാന്ന് തോന്നുന്നല്ലേ. കമ്പം ഡൗണാ ഇപ്പം കഴിഞ്ഞതെന്നാല്.
ഗായ്സ് ഇത് ഇനിയും 160 കിലോമീറ്റർ ഉണ്ട്. പാർട്ട് 4 അല്ലേ, എപ്പിസോഡ് 4 ആക്കേണ്ടി വരുമെന്ന് സംശയമുണ്ട്. നോക്കട്ടെ, ഞാൻ മാക്സിമം എൻജോയബിൾ ആക്കിയിട്ട് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇടാം, അധികം ലെങ്തി ആക്കാണ്ട്. ആ ലീഡർ ഉണ്ടല്ലോ മുമ്പിൽ, വലിയ കൊമ്പുള്ള. കുരുത്തം കെട്ട സാധനം. കാളകളാന്ന് തോന്നുന്നത്. ഫാമിലി ആയിട്ടാ പോകുന്നത്. അപ്പുറം ഉണ്ട്. എല്ലാത്തിനെയും കൂട്ടിക്കേറ്റാ സമയം തോന്നുന്നു. വേഗം വിട്ടോ, കൂട്ടിപ്പോടും. പട്ടി സാർ പ്ലീസ്. അധികം സൗണ്ട് ഉണ്ടാക്കാണ്ട് പോവാ. ചെക്ക് പോസ്റ്റ് എവിടെ ഉള്ളതെന്ന് അറിഞ്ഞൂടാ. തേനി ഡിസ്ട്രിക്ട് ചെക്ക് പോസ്റ്റ് ഇത്. മൈ ഗോഡ്. ഗൈസ്, ഈ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നൊരു കൊലച്ച ദീപു. അങ്ങ് സൺസെറ്റ് ആവുന്നുണ്ടോ? ആ ഷേപ്പ് നിൽക്കാൻ നോക്കിയാൽ ലാൻഡ്സ്കേപ്പിൻ്റെ. എൻ്റെ മോനെ മാൻ, ദിസ് ഈസ് പ്യുവർ തെറാപ്പി. വൗ ഗൈസ്, നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് ഫസ്റ്റ് ടൈം ആയിരിക്കും നൈറ്റ് റൈഡ് ചെയ്യുന്ന വീഡിയോ കാണാൻ പോകുന്നത്. പക്ഷെ എൻ്റെ പൊന്നെ, ഇതെന്ത് സംഭവം! ഈ ബൈക്കിൽ ഞാൻ പണ്ട് വന്നതാ. നമ്മൾ അഡ്വഞ്ചർ എടുത്തതിന് ശേഷം ഇങ്ങോട്ടൊന്നും വന്നൊക്കേ ഇല്ല. ഒരുപാട് സംഗതികൾ നമ്മൾ ഈ റൈഡിൽ കവർ ചെയ്തല്ലേ ഗൈസ്. ഇനി മൂന്നാറും കൂടിയും കഴിഞ്ഞാൽ തൃപ്തിയായി. കൊള്ളി ഹിൽസത്തെ ചുരത്തും വന്ന് കളി കളിച്ചുകൊണ്ട് ഈ ചുരം വലിയൊരു വിഷയമായിട്ട് ഇപ്പം തോന്നുന്നില്ല. ഇത് കുറച്ച് സ്ട്രെച്ച് ഉണ്ട് നമുക്ക്, ഒരു ബെൻഡ് കഴിഞ്ഞിട്ട് അടുത്ത ബെൻഡിലേക്ക്. ഓ, അതെന്തൊരു ബ്യൂട്ടിഫുൾ ആണ് നോക്കാം. അങ്ങുള്ളൊരു വ്യൂ നോക്കിക്കോളാം. സൺസെറ്റിൻ്റെ ആ ഒരു കളറ് എന്താ സ്കൈയിൽ, ഓറഞ്ച്. ഈ മേലെ കൂടി പോകുന്ന കോടയായിരിക്കും അല്ലെ മേഘമായിരിക്കും? ആ എന്തേലും ആട്ടെ. ഗൈസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ഞാനെടുത്ത് റിട്ടേൺ റൂട്ട്. പക്ഷെ എൻ്റെ പൊന്നെ, നിങ്ങളെ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മൂന്നാറ് വൈകുന്നേരം 6:32 ഇത് സമയം. മൂന്നാറ് മീൻസ് തേനി എന്നുള്ള ചുരം കയറി കഴിഞ്ഞു. മൂന്നാർക്ക് ഇനി 40 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇത് ഗ്യാപ്പ് റോഡാ? തണുക്കുന്ന ഓടിപ്പിടിക്കട്ടെ. ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. മഴ കനക്കുന്നതിൻ്റെ മുന്നേ നമുക്ക്
മഴക്കോട്ടും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് റൈഡ് ചെയ്യാൻ, അതായിരിക്കും ബുദ്ധി. ഇതിപ്പം തലക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്, മൂന്നാർ. ഒരു സ്ട്രോങ് ചായ കുടിച്ചിട്ടിനി മഴയത്ത് റൈഡ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ സാധനങ്ങളും സംഗ്രഹരീതികളെല്ലാം ബാഗിലേക്ക് ഇട്ട് പാക്ക് ചെയ്ത് നോക്കട്ടെ ചായ കുടിച്ചിട്ട്. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ച് എല്ലാം സെറ്റായി, കംപ്ലീറ്റ് വാട്ടർ പ്രൂഫായി നമ്മൾ. ഇനി 132 കിലോമീറ്റർ കൂടിയുണ്ട് വീട്ടിലേക്ക്. എങ്ങനെയല്ലെന്ന് വീടെത്തിയാൽ മതി. ക്ലൈമറ്റ് കണ്ടുവരും, തണുത്ത് വിറക്കുന്നു. മഴ കുറച്ച് കുറഞ്ഞു ഗൈസ്. രാജകുമാരി എന്ന് പറഞ്ഞ ടൗണെത്തി. രാജകുമാരി എന്ന് പറഞ്ഞ ടൗണിനെ പറ്റി അത് ഏത് ഭാഗത്താ കിടക്കുന്നതെന്നൊന്നും ആധികാരികമായി പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. കേരള ആയതുകൊണ്ട് പിന്നെ ബോർഡ് നോക്കിയാൽ വേഗം സ്ഥലം മനസ്സിലാവും. ഇനി 121 കിലോമീറ്റർ, 7 മണിയായി. ചെറിയ രീതിയിലുള്ള കോട വന്നിട്ടുണ്ട്. അത് വലിയ രീതിയിലായാൽ പണി പാളും. ഗൈസ്, ഫ്ലഡിൻ്റെ വൻ വിഷയം കേട്ടോ ഇവിടെ. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, ലെഫ്റ്റ് സൈഡിലുള്ളത് പെരിയാറല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ റോട്ടിലേക്ക് കയറാനുള്ള രീതിയിൽ അത്രയും വെള്ളമുണ്ട്. ഇതുവരെ ഹെവി മഴ ഒന്നും കിട്ടിയില്ല ഭാഗ്യത്തിന്. കൊടുങ്കാട്ടി കൂടിയാ പോകുന്നത്. വണ്ടി വളരെ കുറവാ. ചില സ്ഥലത്ത് നിന്ന് നല്ല പേടി വന്നിട്ടുണ്ട്. എവിടെ എത്തിയെന്നൊന്നും അറിയില്ല. ഇനിയൊരു നോക്കട്ടെ. ഓ, കോടയാ. ഇനിയൊരു 76 കിലോമീറ്റർ കൂടി ഉണ്ട്. താഴെ ഇറങ്ങിയാണല്ലോ കോട വന്ന്. മഴ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നാടെത്താനാകുമ്പോണല്ലോ മഴ. എന്ത് പണ്ടാരെങ്കിലും ആട്ടെ. കൂറാക്കൂറി ഇരുട് കാട്, അതിൻ്റെ ഇടയിൽ ഇതാ ഹെവി മഴയും പെയ്തു. വിഷയം മഴ. സീൻ മഴ. നല്ല കനത്ത തുള്ളിയാ വീഴുന്നു, അങ്ങ് അറിയുന്നുണ്ട്.
ഗായ്സ് ഇതേതാ സ്ഥലം എന്നുള്ള പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, സ്ഥലപ്പേരൊന്നും. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാ. നമ്മളെ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ഇങ്ങനെ റൈഡ് ചെയ്യുന്ന കാണുമ്പോൾ ഇഷ്ടപ്പെടൂ, അങ്ങനെ എങ്ങനെയാണെന്നുള്ള തെറ്റിദ്ധാരണ എനിക്കുണ്ടേനു. അത് കംപ്ലീറ്റ് 2-3 ചേട്ടന്മാരതിപ്പം മാറ്റി തന്ന്. ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഷോപ്പിൽ നിർത്തിയതാ. അപ്പോൾ 2-3 പേര്, ഒന്ന് ആ ഷോപ്പ് ഓണറും പിന്നെ ആ പുള്ളിയുടെ 2 കൂട്ടുകാരും വന്നിട്ട് കുറേ സമയം വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഞാൻ വണ്ടിയുടെ അടുത്ത് പോയപ്പോൾ ഫുള്ള് കഥയും കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. റൈഡിങ് ആണോ, എവിടുന്നാ വരുന്നത്, എവിടെയാ പോയത്, സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് പോയിട്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആയി അവർ. ഞാൻ റെക്കോർഡ് ചെയ്തില്ല, കാരണം അവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നറില്ലല്ലോ. അവർ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാ. അപ്പം ഒറ്റക്ക് റൈഡ് ചെയ്യുമ്പോൾ പേടിയാവൂലേ? ഭയങ്കര നമ്മളെ വീട്ടിലുള്ള കാരണവന്മാരൊക്കെ നമ്മളെ കെയർ ചെയ്ത രീതിയിലാണ് അവർ സംസാരിച്ചത്. ശ്രദ്ധിച്ച് പോകണം, വണ്ടീനെ പറ്റി ചോദിച്ച്, വണ്ടിയുടെ റേറ്റ് ചോദിച്ച്, ടോപ്പ് സ്പീഡൊക്കെ എത്ര പോയിട്ടുണ്ടോ എല്ലാം ചോദിച്ചു. ഭയങ്കര മൂഡ് ആൾക്കാർ. സന്തോഷമായത് ഏറ്റവും ഇതെല്ലാം പറഞ്ഞ് ശരി കാണാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഞാൻ വണ്ടിയുമ്പോൾ കയറുന്നപ്പോൾ ആ പുള്ളി വന്നിട്ട് ഒരു ചോക്ലേറ്റ് എടുത്ത് തന്നു എനിക്ക്. അവിടെ വെച്ചോ, ഇത്രയും ദൂരം റൈഡ് ചെയ്യുന്നല്ലേ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. സോ ഹാപ്പി. നമുക്കിനി ഒരു 39 കിലോമീറ്ററും കൂടി ഉണ്ട്. ഇതിപ്പോ ഏകദേശം മൂവാറ്റുപുഴ എത്തി. നമ്മള് മൂവാറ്റുപുഴ. അങ്ങനെ നമ്മൾ എത്താറായി ഗൈസ്. ഒരു 13 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ ഇനി. റോട്ടിൽ ഇന്ന് വലിയ തിരക്കൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി 1 കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ വീടെത്തി. അങ്ങനെ നമ്മളെ റൈഡ് കഴിഞ്ഞു ഗൈസ്. താൽക്കാലികമായിട്ട് റൈഡ് കഴിഞ്ഞു. ബാക്ക് ടു നോർമൽ ലൈഫ് നാളെ മുതൽ. എന്തായാലും നമ്മുടെ കൊള്ളി ഹിൽസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾ തന്നെ ഞാനൊരു പോളിട്ടപ്പം വോട്ട് ചെയ്ത് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഏതായാലും അടിപൊളിയായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും വീഡിയോയും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനെപ്പോഴും പറയുന്ന പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ മറന്നോട്ടെ. കമൻസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനലിലെ കോണ്ടന്റും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അടുത്തൊരു അടിപൊളി വെറൈറ്റി റൈഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടോട്ടൽ നമ്മളിപ്പോൾ 977 കിലോമീറ്റർ ഓടി അപ്പ് ആൻഡ് ഡൗൺ. 977 കിലോമീറ്റർ. ഒരു 4 പ്രാവശ്യം ഞാൻ ഫുൾ ടൈം കടിച്ചു തോന്നുന്നു. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ see you in the next video guys. Bye bye.